ഈ ഷിയാക്കളെ എതിർക്കുക എന്ന് പറഞ്ഞത് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ഷിയാക്കൾ ഇങ്ങനെ ഫാത്തിമ ബീവിനെയും അലിയാർ തങ്ങളെയും ഒക്കെ ഇങ്ങനെ മദ്ഹ് ചെയ്തിട്ട് പാടും പറയും കരച്ചിലും ഒക്കെ കേട്ടാൽ അല്ലാ ഇവരെയാണോ നിങ്ങൾ എതിർക്കണമെന്ന് തോന്നിപ്പോകും. തെബിലീഗാരെ കണ്ടാൽ അങ്ങനെയാണല്ലോ. തെബിലീഗാർ താടിയും കുപ്പായം മറ്റോ കണ്ടാൽ ഇപ്പം നമ്മളൊന്നും തീരെ തെബിലീഗില്ല. കാരണം ഒറ്റ തെബിലീഗാരനും പെണ്ണ് കിട്ടുന്നില്ല. ചെറുപ്പക്കാർ കുട്ടികൾക്ക് തെബിലീഗാരനെന്ന് പറഞ്ഞാൽ ഒറ്റ പെണ്ണും തയ്യാറാവില്ല പുതിയാപ്പിള. അപ്പോൾ ഒക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോൾ ഈ തെബിലീഗിനെ ഇങ്ങനെ കാണുമ്പം ചേരും കോലം നല്ല മട്ടാണല്ലോ. ഈ ഷിയാക്കൾ അതേ സമയത്ത് അവരെ സ്വകാര്യ ജീവിതത്തിൽ അലി തങ്ങളെ ഫാത്തിമ ബീവിനെ മദ്ഹ് ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും അവർ ചീത്ത വിളിക്കുന്നുണ്ട്. സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും അവരെ ഏറ്റവും വലിയ പണ്ഡിതനാണ് മുഹഖഖ് തൂസി. അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട് മുലായിമു ഷൈഖൈനിന. സിദ്ദീഖ് തങ്ങളെയും അതേപോലെ തന്നെ ഉമർ ഖത്താബ് തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുള്ളത്. മുലായിമു ഷൈഖൈനിന അതിൻ്റെ പേര് തന്നെ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അങ്ങനെ ഖുർആൻ ഹിഫ്ളായി, കിതാബുകൾ ഹിഫ്ളായി. ബഹുമാനപ്പെട്ടവർ മക്കത്തുൽ മുക്കറമയിൽ മദീന മുനവ്വറയിൽ അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള ആലിമീങ്ങളിൽ നിന്ന് 300ഓളം പണ്ഡിതന്മാരിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ഇൽമ് സമ്പാദിച്ചു. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ദർസ് ആരംഭിച്ചു. ബഹുമാനപ്പെട്ടവരെ ദർസിൽ പഠിച്ച മുതഅല്ലിമീങ്ങൾ ആ ദർസിൽ പഠിച്ച് 70 ഔലിയാക്കൾ ഉണ്ടായി. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ശിഷ്യന്മാരിൽ 70 ആളുകൾ ഔലിയാക്കളാണ്, മഹാന്മാരാണ്. അവർ ചേർന്നുകൊണ്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളോട് പറഞ്ഞു, ഉസ്താദേ നമ്മളെ നാട്ടിലെ ജനങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. എന്തേ? ഇവിടെ പുതിയ ബിദ്അത്ത് വരുന്നുണ്ട്. ഏതാ ബിദ്അത്ത് വരുന്നത്? ഷിയാക്കൾ യമനിലേക്ക് കയറിയ സമയമാണ്. ഷിയാ വിശ്വാസികൾ യമനിലേക്ക് കയറിയിട്ട് അവിടെ അവരെ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ. അപ്പോഴാണ് മഹാന്മാരൊക്കെ ചെന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഷിയാക്കളെ എതിർക്കുക എന്ന് പറഞ്ഞത് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ഷിയാക്കൾ ഇങ്ങനെ ഫാത്തിമ ബീവിനെയും അലിയാർ തങ്ങളെയും ഒക്കെ ഇങ്ങനെ മദ്ഹ് ചെയ്തിട്ട് പാടും പറയും കരച്ചിലും ഒക്കെ കേട്ടാൽ അല്ലാ ഇവരെയാണോ നിങ്ങൾ എതിർക്കണമെന്ന് തോന്നിപ്പോകും. തെബിലീഗാരെ കണ്ടാൽ അങ്ങനെയാണല്ലോ. തെബിലീഗാർ താടിയും കുപ്പായം മറ്റോ കണ്ടാൽ ഇപ്പം നമ്മളൊന്നും തീരെ തെബിലീഗില്ല. കാരണം ഒറ്റ തെബിലീഗാരനും പെണ്ണ് കിട്ടുന്നില്ല. ചെറുപ്പക്കാർ കുട്ടികൾക്ക് തെബിലീഗാരനെന്ന് പറഞ്ഞാൽ ഒറ്റ പെണ്ണും തയ്യാറാവില്ല പുതിയാപ്പിള. അപ്പോൾ ഒക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോൾ ഈ തെബിലീഗിനെ ഇങ്ങനെ കാണുമ്പം ചേരും കോലം നല്ല മട്ടാണല്ലോ. ഈ ഷിയാക്കൾ അതേ സമയത്ത് അവരെ സ്വകാര്യ ജീവിതത്തിൽ അലി തങ്ങളെ ഫാത്തിമ ബീവിനെ മദ്ഹ് ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും അവർ ചീത്ത വിളിക്കുന്നുണ്ട്. സിദ്ദീഖ് തങ്ങളെയും ഉമർ ഖത്താബ് തങ്ങളെയും അവരെ ഏറ്റവും വലിയ പണ്ഡിതനാണ് മുഹഖഖ് തൂസി. അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട് മുലായിമു ഷൈഖൈനിന. സിദ്ദീഖ് തങ്ങളെയും അതേപോലെ തന്നെ ഉമർ ഖത്താബ് തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുള്ളത്. മുലായിമു ഷൈഖൈനിന അതിൻ്റെ പേര് തന്നെ. ഷിയാ വിഭാഗക്കാർ. ആ ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ യമനിലേക്ക് കയറിയപ്പോൾ അന്നത്തെ ശിഷ്യന്മാരെല്ലാം ഉസ്താദിനോട് പറഞ്ഞു, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അവരെ വാപ്പയും. ആ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഹദ്ദാദ് ഇരുമ്പിനെ സ്ഫുടം ചെയ്യുന്ന സംഗതിക്കാണ് ഹദ്ദാദ് എന്ന് പറയാം. ഒരു ആ മഴു നമ്മൾ ഉപയോഗിച്ച് കേടുവരുമ്പോൾ അതൊരു തീയിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ കീടം കളഞ്ഞിട്ട് നന്നാക്കിയെടുക്കും. ഇതാണ് ഹദ്ദാദ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്വർണ്ണാഭരണം. നമ്മളെ വല്യമ്മ 90 വയസ്സായി മരണപ്പെട്ടു. അപ്പോൾ വല്യമ്മാൻ്റെ കാതിലിങ്ങനെ വട്ടത്തിൽ നിൽക്കുന്ന സാധനം ഉണ്ട്. അതിനെന്താ പറയുക? നല്ല ചിറ്റ്. അത് ആ ഇലച്ചിറ്റ് മയ്യത്തെ ഒളിപ്പിക്കുമ്പോൾ വെട്ടിയെടുത്തു. അത് എടുത്തിട്ട് ഇവിടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ വല്യമ്മാൻ്റെ പേരമോളുണ്ട്. ആ കുട്ടിക്ക് 18 വയസ്സായ ഒരു പുതിയാപ്പിള കല്യാണത്തിന് വന്നു. ഈ ചിറ്റ് ഓളെ കാതിലിട്ട് കൊടുക്കാൻ പറ്റുമോ? ഈ സ്വർണം എന്ത് വേണം? ഈ സ്വർണം വല്യമ്മാൻ്റെ കാതിലുള്ളത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഈ കുട്ടിക്ക് പറ്റുക. പിന്നെ എന്ത് വേണം? അത് കൊണ്ടുപോയിട്ട് അത് കൊടുക്കേണ്ട ആളെടുത്ത് കൊടുക്കണം. ഓനിക്ക് എന്താ പറയുക? ഓൻ്റെ അടുത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? അത് തീയിലിട്ടിട്ട് ചൂടാക്കി. ഇപ്പം സ്വർണ്ണം ഏതാണ് തീക്കനൽ ഏതാണെന്ന് അറിയാതെയായി. അങ്ങനെ ഉരുക്കിയിട്ട് അതിൻ്റെ ക്യാരറ്റ് തെളിയിച്ച് അത് വെള്ളത്തിലിട്ടൊക്കെ കഴുകി റെഡിയാക്കി ക്യാരറ്റ് തെളിയിച്ച് അല്ലാ ഇപ്പം അതുകൊണ്ട് പുതിയൊരു ആഭരണം ഉണ്ടാക്കി. എന്താ അതിൻ്റെ പേര്? ജിംക്കി എന്നായിക്കോട്ടെ അല്ലേ? ആ ജിംക്കി ആ 20 വയസ്സായ കുട്ടിൻ്റെ കാതിൽ ജിംക്കി ഇങ്ങനെ ഇട്ടിട്ട് പുതിയാപ്പിള വന്നപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഒരു കണ്ണുകൊണ്ട് കാതുക്കും നോക്കി, ഒരു കണ്ണുകൊണ്ട് മൂക്കുമൊക്കെ നോക്കി. യാ റബ്ബ് കണ്ടെങ്കിൽ ഇപ്പം ആ സ്വർണം ഈ പരിവർത്തിച്ചല്ലോ. ഈ പണിക്കാണ് ഹദ്ദാദ് എന്ന് പറയാം. മനുഷ്യ മനസ്സ് കിബിർ, ഹസദ്, ഉജ്ബ്, റിയാ, സുംഅത്ത്, അങ്ങനെ ഗീബത്ത്, നമീമത്ത്, അങ്ങനെയുള്ള ഒട്ടേറെ മാനസിക ദുർഗുണങ്ങളെ കൊണ്ട് നമ്മളെ കൽബ് കറ പിടിക്കുമ്പോൾ
ആ കൽബിനെ ശുദ്ധീകരിക്കുക. അതാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അതിന് വിവിധ ചികിത്സയുണ്ട്. ആ ചികിത്സ നടത്തിയിട്ട് ആളുകൾ ബിദ്അത്ത് കൊണ്ട് കൽബ് കറക്കുമ്പോൾ, ആളുകൾ ബിദ്അത്ത് കൊണ്ട് ഈമാന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗം കണ്ടെത്തണം. ഇത് 70 ശിഷ്യന്മാരും ബഹുമാനപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പഠിച്ചു. ബഹുമാനപ്പെട്ടവർ നല്ലപോലെ തയ്യാറായി. അങ്ങനെ ലോകത്ത് ഹൃദയത്തിൽ ബിദ്അത്ത് നിറഞ്ഞിട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും സ്ഥിരപ്പെട്ട് കിടക്കുന്ന 24 കാരറ്റ് തങ്കമായ ദിക്ർ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ദിക്ർ ക്രോഡീകരിച്ചു. അതാണ് ഹദ്ദാദ് റാത്തീബ്. ആ ഹദ്ദാദ് റാത്തീബിൽ വെച്ചിരിക്കുന്ന 17 ദിക്റുകളും തർത്തീബായിട്ടാണ് വെച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും വെച്ചതല്ല. അതിൻ്റെ ഒരു ദിക്ർ ഇപ്പുറത്തും ഒരു ദിക്ർ അപ്പുറത്തും ആക്കിയിട്ട് ചൊല്ലല് അദബല്ല. അതിൻ്റെ ദിക്റിൻ്റെ ഓരോന്നും ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ ബഖറയിലൂടെ വന്ന് അല്ലാഹു റബ്ബി ആമന റസൂലുൽ അവസാനിച്ച് അങ്ങനെയാണ് തുടങ്ങുമ്പോൾ ഒന്നാമതായി തൗഹീദ് ഊട്ടി ഉറപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത്ത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബിദ്അത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് എക്കാലത്തുമുള്ള മുഅ്മിനീങ്ങളെ ഈമാൻ നിലനിർത്താൻ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അല്ലാഹു റബ്ബി ഇനി ആ തൗഹീദ് കൊണ്ട് തുടങ്ങിയ തൗഹീദിന്റെ അതിശ്രേഷ്ഠമായ ദിക്ർ കൊണ്ട് തുടങ്ങിയ ഹദ്ദാദിന്റെ അവസാനത്തിലെത്തുമ്പോൾ തൗഹീദിൽ ഉണ്ടായിരിക്കെ നമ്മൾക്ക് തെറ്റ് പറ്റാം, പാകപ്പിഴവുകൾ പറ്റാം. അതുകൊണ്ട് അവസാനത്തെ ദിക്ർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. ബാക്കിയുള്ള ദിക്റൊക്കെ 3 പ്രാവശ്യമാണ്. ഇത് മാത്രം എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. എന്തേ 4 അത് ബഹുമാനപ്പെട്ടവർ അതിനെ സുഖ പറയുന്നുണ്ട്. എന്താണ് അത്? മനുഷ്യന്റെ ജീവിതത്തിന് 4 അവസ്ഥയാണ്. ഒന്ന് നമ്മൾ രഹസ്യമായ ജീവിതം, ഒന്ന് പരസ്യമായ ജീവിതം, ഇല്ലേ? ഒന്ന് രാത്രി, ഒന്ന് പകല്. ഈ 4 അവസ്ഥയാണ് നമുക്കുള്ളത്, ഇല്ലേ? അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ അല്ലാഹ് രഹസ്യമായത് മാപ്പാക്കണേ. രണ്ടാമത്തെ പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ പരസ്യമായത് മാപ്പാക്കണേ. അല്ലാഹ് പകൽ ചെയ്തത് മാപ്പാക്കണേ. അല്ലാഹ് രാത്രി ചെയ്തത് മാപ്പാക്കണേ. മുഅ്മിൻ ആയ മനുഷ്യൻ അയാളിൽ സംഭവിക്കുന്ന തെറ്റ് അതാത് ദിവസത്തേത് അന്ന് തന്നെ മായ്ച്ചു കളയണം. എന്നിട്ട് എന്ത് പറയണം? ആ ദിക്റുകൾ തൗഹീദ് ഉറപ്പിച്ച് രണ്ടാമത് ദോഷങ്ങൾ കഴുകിക്കളഞ്ഞ്. എങ്ങനെ കഴുകിക്കളയണം? യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. യാ റബ്ബനാ വഅഫു അന്നാ, ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം. എങ്ങനത്തെ വിട്ടുവീഴ്ച? വംഹുല്ലദീ കാന മിന്നാ, ഞങ്ങളിലുള്ള എല്ലാം മായ്ച്ചു കളയണം. നാളെ ആഖിറത്തിൽ പിന്നെ വായിക്കേണ്ട അവസ്ഥ വരരുത്. നമ്മൾ തമ്മിൽ പൊരുത്തപ്പെട്ടു. ഞാനും അബ്ദുറഹ്മാനാജി ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചോളി. എന്നോട് ചോദിച്ചാൽ എല്ലാ അബ്ദുറഹ്മാനാജിങ്ങളായിട്ട് ഒക്കെ പൊരുത്തപ്പെട്ടിരിക്കണം. അങ്ങനത്തെ ഒരു പൊരുത്തപ്പെടലൊന്നും അല്ലാന്ന് ഹജ്ജിന് വന്ന ആളുകളോട് വരെ ചോദിച്ചാൽ പറയും അങ്ങനത്തെ ഒരു പൊരുത്തപ്പെടലൊന്നും അല്ല. പിന്നെന്താണ്? ആളുകളെ ബോധിപ്പിക്കാനുള്ള പൊരുത്തപ്പെടൽ അതല്ല. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. അപ്പോൾ ആ ഹദ്ദാദ് 17 ദിക്റുകളെ കൊണ്ട് പൂർത്തീകരിച്ചപ്പോൾ അതിൽ എല്ലാം ഉണ്ട്. ആ ദിക്റിൽ അകപ്പെടാത്തൊരു സംഗതി തസ്ബീഹുണ്ട്, തഹ്ലീലുണ്ട്, തഹ്മീദുണ്ട്, തക്ബീറുണ്ട്, ഔക്കലത്തുണ്ട്, അല്ലാഹു റബ്ബി, ദുആ ഉണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്, എല്ലാം ഉണ്ട്. ഹദ്ദാദ് ഇങ്ങനെ പതിവായി ചൊല്ലിയാൽ ലോക മുസ്ലിമീങ്ങൾക്കുള്ള ദുആയുണ്ട്. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. അല്ലോ ഓരോ വീട്ടിൻ്റെയും അകത്തളങ്ങളിൽ ഉമ്മയും മോളും ഉമ്മാമയും, ഓരോ വീട്ടിലും വാപ്പയും മോനും മോൻ്റെ മോനും, കണ്ടോ നിങ്ങൾ? ഷെയ്ഖും മുരീദും ഉസ്താദും ശിഷ്യനും എല്ലാവരും ചൊല്ലിയാണ് യാ റബ്ബ്. ഞാൻ ഒരിക്കൽ ഹജ്ജിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഹജ്ജിന് മുമ്പും ഹജ്ജിന് ശേഷം 2 പ്രാവശ്യം ആലിമീങ്ങൾ അവിടെ ഒരുമിച്ച് കൂടും. ഹജ്ജിന് മുമ്പ് ഒരു സൽക്കാരം ഉണ്ടാകും, ഹജ്ജിന് ശേഷം. അപ്പോൾ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഹാജിമാർക്കുള്ള സൽക്കാരത്തിൽ വലിയ പണ്ഡിതന്മാരാണ്. അല്ലാഹു റബ്ബി 60 രാജ്യങ്ങളിലെ പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പാപ്പാൻ്റെ കൂടെ ഞാൻ പോയത്. തങ്ങൾ പാപ്പാൻ്റെ ഒപ്പം ഇങ്ങനെ ഖാദിമായിട്ടിരുന്ന് മാലിക് തങ്ങളെ വീട്ടിലുണ്ട്, പിന്നെ പാപ്പ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ് മൂപ്പരപ്പം ഇങ്ങനെ റെഡിയാക്കിയിട്ട് കൂടിയതാണ്. അല്ലാഹു റബ്ബി മാലിക് തങ്ങളെ വീട്ടിലേക്ക് പോവാണ് മക്കത്തുൽ മുക്കറമയിൽ. അപ്പോൾ സാജുൽ ഉലമ പാപ്പയുടെ കൂടെ പോയി. ആ വീട്ടിൽ കയറുമ്പോൾ ആ മജ്ലിസുണ്ട്.
ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക് തങ്ങളെ മജ്ലിസ്, ആ മജ്ലിസിൽ പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുക. അള്ളാഹു റബ്ബി, ആരൊക്കെ ഉണ്ട് ആ പണ്ഡിതന്മാരെന്ന്? മുഹമ്മദ് അബ്ദു യമാനി റഹ്മത്തുള്ളാഹി അലൈഹി, മക്കയിലെ അറിയപ്പെട്ട ലോക പണ്ഡിതന മുഹമ്മദ് അബ്ദു യമാനി. അദ്ദേഹത്തിൻ്റെ കിതാബുകളൊക്കെ മാർക്കറ്റിൽ ഇറങ്ങിയാൽ അന്ന് തന്നെ ചൂടപ്പം പോലെ നമ്മൾ ഉദാഹരണം പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കിതാബ് കാണാം, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ, വളർന്നു വരുന്ന തലമുറക്ക് നിങ്ങൾ ഹുബ്ബുൻ നബി പഠിപ്പിക്കണം എന്ന കിതാബ്. അത് മാർക്കറ്റിൽ വന്നപ്പോഴേക്കും ഒരു കോപ്പി വാങ്ങാൻ കിട്ടാനില്ല, അത്രയധികം. അള്ളാഹു റബ്ബി, ആ കിതാബ് ലോക ഭാഷയിലെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളം അടക്കം 30 ഭാഷകളിൽ അതിൻ്റെ പരിഭാഷയുണ്ട്. അങ്ങനത്തെ മുഹമ്മദ് അബ്ദു യമാനി അദ്ദേഹം ആ സദസ്സിലുണ്ട്. നമ്മളെ ഖുർആനിൻ്റെ തഫ്സീർ എഴുതിയിരിക്കുന്ന ആളുകളെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ 60 രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ. മഗ്‌രിബിക്ക് ശേഷം ഞങ്ങളവിടെ എത്തി. ഇശാ നിസ്കരിച്ചു മാലിക്കി തങ്ങൾ. ഇശാ നിസ്കരിച്ചു. ആ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അൽ ഫാത്തിഹ എല്ലാവരുമാണ് തുടങ്ങി. 60 രാജ്യത്തെ പണ്ഡിതന്മാരും ഹദ്ദാദ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അന്ന് തുടങ്ങി വച്ചിരിക്കുന്ന ഹദ്ദാദ് ഇല്ലാത്ത ഒരു രാജ്യമുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ ഓർത്തു നോക്ക്, മക്കത്തുൽ മുക്കറമയിൽ ഇശാ നിസ്കരിച്ച് ഇങ്ങനെ ഇരുന്നാൽ, നമുക്ക് അടുത്തിരിക്കുന്ന ആളുകളെങ്ങനെ നോക്കിയാൽ, മദീന മുനവ്വറയിൽ ഇരുന്നാൽ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലുന്ന ആളുകളെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഇവിടെ ജീവിച്ചപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വിപ്ലവം നിങ്ങൾ കണ്ടോ? അതിങ്ങനെ നിലനിൽക്കുന്നത്, അതിങ്ങനെ ഈമാനിൻ്റെ തൗഹീദിൻ്റെ കലിമ കൊണ്ട് തുടങ്ങി, അൽഹംദുലില്ലാഹ് ഫാത്തിഹ കൊണ്ട് തുടങ്ങി, ഖുർആനിലൂടെ സഞ്ചരിച്ച്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൻ്റെ കലിമ കൊണ്ട് തുടങ്ങി, അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ കൊണ്ടത് പൂർത്തിയിട്ട് രണ്ടാമത് ഈമാൻ ഊട്ടിയുറപ്പിക്കുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? എന്നിട്ടാണ് പിന്നെ നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖതിക വന്നാർ. അല്ലാഹുവേ, നിന്റെ പൊരുത്തവും പൊരുത്തപ്പെട്ടവർക്കുള്ള സ്വർഗവും തരണേ, ദേശവും ദേശപ്പെട്ടവർക്കുള്ള നരകവും തരല്ലേ. ആലിമീങ്ങളെ, ദായികളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതാണ് ദായി. സമൂഹ മധ്യത്തിൽ ഒരു ആലിം, സമൂഹ മധ്യത്തിൽ സംഘടനാ നേതാവ് എപ്പോഴും നമ്മുടെ മരണാനന്തരവും നമ്മെപ്പറ്റി ഓർക്കാൻ പറ്റാവുന്ന സമ്പാദ്യം ഉണ്ടാക്കി വെക്കണം. അതാണ് നമ്മുടെ ജീവിതം. പഴശ്ശി ഉസ്താദ് 4 വർഷം പിന്നിട്ടു. നമ്മുടെ സണ്ണി ജോസഫ് സാർ അടക്കം അനുസ്മരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ ശരീരമേ നമ്മെ വിട്ടിട്ടുള്ളൂ, നമ്മളും അദ്ദേഹവുമായുള്ള ആ ആത്മാവ് വിട്ടുപിരിഞ്ഞിട്ടില്ല. ഏത് മതക്കാരനും ഏത് രാഷ്ട്രീയക്കാരനും ഒക്കെ പറയിപ്പിക്കാൻ പറ്റാവുന്ന ജീവിതം നയിച്ചു അദ്ദേഹം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടത് അതാണ്. നമ്മുടെ മഹല്ലത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മദ്രസ ഉസ്താദുമാരുൾപ്പെടെ ചെറിയ ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുക, നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്, വലിയ ഭാഗ്യവാന്മാരാണ് ഈ മൗലവിമാർ, അല്ലേ? അല്ലാതെ പടച്ചോ, നിങ്ങൾ നോക്കി ഒന്ന് നമ്മൾ ഈ ഡ്രസ്സ് തന്നെ മതി. ഈ ഡ്രസ്സ് കണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നിന്നാൽ ആരും, സഭയിൽ നമ്മളിങ്ങനെ നിന്നാൽ ആരും ഒന്ന് നോക്കും, ആരാപ്പത്? ഈ ഡ്രസ്സിന് വലിയൊരു ഗുണമുണ്ട്. എന്താണ്? ഇത് മതിയല്ലോ. ഞാനിപ്പോൾ ഇത് രാവിലെ മാറ്റിയിട്ടുണ്ട്, പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടുന്ന് ഒരാൾക്കാർ, അല്ലോ ഉസ്താദേ, ഓ എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടോ? എന്തേ? ഒരു സൽക്കാരം ഉണ്ടായിരുന്നു, അതിലൊന്ന് കൂടിയിട്ട് പോകാം. ഈ ഡ്രസ്സ് സൽക്കാരത്തിന് പോകാൻ പാകാണോ? അല്ലേ? ഞാൻ ഡ്രസ്സ് മാറ്റി വരട്ടെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? റെഡിയാണ്, സൽക്കാരത്തിന് പോകാം. കുറച്ചും എടുത്ത ഒരാൾ പറഞ്ഞു, അല്ല ഉസ്താദെ എന്താ തിരക്കുണ്ടോ? എന്തേ? ഒരു പുതിയാപ്പിള ഇറങ്ങാണ്ടേനു, ഉസ്താദ് ഒന്ന് വന്ന് ദ്വാരന്ന് തന്നാലും. ആയിക്കോട്ടെ, ബിസ്മില്ല, പുതിയാപ്പിളുടെ കൂടെ പോകാം, ഇത് റെഡിയാണോ? അല്ലേ? പുതിയാപ്പിളുടെ കൂടെ പോയി അവിടെ ചെന്ന് ഒരു പള്ളിയൊക്കെ കയറിയപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇമാമില്ല, അല്ലെങ്കിൽ ഉണ്ട്. നമ്മളോട് മെഹ്റാബിക്ക് നിൽക്കാൻ പറഞ്ഞു, റെഡിയാണ് ഈ കുപ്പായം. അത് വെള്ളിയാഴ്ചയാണ്, മിമ്പർമ കയറാൻ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ ഇടയിൽ അവിടെ എന്തോ ഒരു സംഘടനാ കുലുമാലുണ്ട് എന്നാണ്, പോലീസ് സ്റ്റേഷനിലൊന്ന് പോകണം എന്നുണ്ട്. റെഡിയല്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിട്ടാണ് ചെന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടപ്പോൾ എസ് ഐ എഴുന്നേറ്റ് നിന്നു, ഒരു കസേരയൊക്കെ തന്നു, പ്രായത്തായിട്ട്. എന്നാളെ ഞാൻ മലപ്പുറത്ത് കലക്ട്രേറ്റ് വേണ്ടി വരും, കലക്ട്രേറ്റ് പോയി. അപ്പോൾ നമ്മൾ 4 മൂല്യന്മാരും ഇങ്ങനെയാണ് ചെന്നപ്പോൾ കലക്ടർ എഴുന്നേറ്റ് നിന്നു. നമ്മളെ ഈ കുപ്പായ അവർക്കൊക്കെ പാകാണ്. അള്ളാഹു തന്ന നിഅമത്ത് കണ്ടെങ്കിൽ എവിടുക്കം പറ്റിയ കമായുനക്ക സൗബുൽ അബിയദ് മിനദ് ദനസ്. അള്ളാഹു തആല ഉസ്താദ്മാർക്ക് നൽകിയ ഡ്രസ്സ് ഏതാണെന്നറിയോ? മുത്തുനബി വഹയിൻ്റെ നാവ് കൊണ്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡ്രസ്സാണ് സൗബുൻ അബിയദ്. അതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അള്ളാഹു ആലിമീങ്ങൾക്ക് നൽകിയത്. ഒരു മദ്രസ പഠിപ്പിച്ചാൽ മതി. നമ്മളെ ക്ലാരി ബാവൂസിലാർ വഫാത്തായി. അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഉസ്താദെ
നിങ്ങൾ പിന്നെ മൂപ്പരെ പറ്റി 4 വാക്ക് പറയണമെന്നോ. അങ്ങനെയാണല്ലോ ഓരോരോ. അബ്ദുറഹ്മാനാജിനെ കണ്ട ഒരു സദക്ക കിട്ടാൻ പൂതിയാവും, ഇന്നെ കാണുമ്പോൾ എന്താകുമ്പോൾ ഒരു പ്രസംഗിക്കാൻ പൂതിയാവും. അതൊക്കെ സ്വാഭാവികമാണ്, മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരെ കിട്ടേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ ചെന്നപ്പോൾ ഒരു പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്ന് പഠിച്ചു. അയാൾ 60 കൊല്ലം മുഅല്ലിമാണ്. 55 കൊല്ലം ഒരു സ്ഥലത്താണ് മുഅല്ലിമായത്. 55 കൊല്ലം ഒരു മഹല്ലത്തിൽ. പടച്ചോനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു നാട്ടിൽ 55 കൊല്ലം ഒരാൾ മുഅല്ലിമായാൽ ആ നാട്ടിൽ ഒരു 65 വയസ്സിൻ്റെ താഴോട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും അവർ ഒതു കൊടുക്കണത് ആര് പഠിപ്പിച്ചു കൊടുത്താ? അവരെ നിയ്യത്ത് ആര് പഠിപ്പിച്ചു കൊടുത്താ? എടോ കുളിയും ഒതുവൊക്കെ ശരിയാക്കണമെങ്കിൽ നിയ്യത്ത് വേണ്ടേ? പുഴയിൽ ഇറങ്ങിയിട്ട് ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ പറഞ്ഞാൽ ജനാപത്ത് ഉയരുമല്ലോ. അതിൻ്റെ നിയ്യത്ത് തന്നെ വേണ്ടേ? അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിയ്യത്ത് പഠിപ്പിച്ചത് ഉസ്താദ്, ഒതു പഠിപ്പിച്ചത് ഉസ്താദ്. ആ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീ പുരുഷന്മാരും നിസ്കരിക്കണ ഫാത്തിഹ, വജ്ജഹത്തു, അത്തഹിയാത്ത്, ഖുനൂത്ത്, റുകൂഅ് അങ്ങനെയാണ് തുടങ്ങിയിട്ട് ആ നാട്ടിലെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും 5 വഖത്ത് നിസ്കാരം, അവിടുത്തെ ജുമയും ആര് നിസ്കരിച്ചാലും 700 ചില്ലാനം വീടുള്ള ആ മഹല്ലത്തിലെ സ്ത്രീ പുരുഷന്മാരെ മുഴുവൻ നിസ്കാരത്തിലെ ഫാത്തിഹ അത് ഈ മുഅല്ലിമ് പഠിപ്പിച്ചതാണ്. മുഴുവൻ നിസ്കാരിക്കാരോ റുകൂഅ്, സുജൂദ്, നിയ്യത്ത്, ബാക്കിയുള്ളത്. യാ റബ്ബ്, എത്രയാണ് അയാളെ ഭാഗ്യം! വെറുതെ അല്ല ചെറിയ ശമ്പളത്തിന് ഉസ്താദന്മാർ നിൽക്കുന്നത്, അപ്പുറത്ത് കിട്ടുന്ന പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. ആ ആഗ്രഹം ഇല്ലാത്തവർ ഈ പണിക്കോട്ട് നിൽക്കും വേണ്ട. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഓ മുഅല്ലിം സുഹൃത്തുക്കളെ, ഉലമാ ശിരോമണികളെ, ഓ മുതഅല്ലിമീങ്ങളെ, നാം വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ്, വലിയ തൗഫീഖുള്ളവരാണ്. ശൈഖുനാ AP ഉസ്താദ് കണ്ട നിങ്ങൾ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദ്, അള്ളാഹുവെ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. സമസ്തയുടെ സെന്റിനറി 100ാം വാർഷികം, 100 പ്രകാശ വർഷങ്ങളാണ്. സമസ്ത 100 പ്രകാശ വർഷം. എന്താണ് സമസ്ത ഇവിടെ പ്രകാശിപ്പിച്ചത്? അതിങ്ങനെ നോക്കി അടക്കണ്ട, നമ്മളെ കൽബ് പ്രകാശിപ്പിച്ചു സമസ്ത. നിങ്ങൾ നോക്കിയും അല്ലാഹു റബ്ബി, 3 വയസ്സായ കുട്ടിയെ തിബിയാനിൽ ചേർത്തിട്ട് KG മുതൽ അല്ലാഹു റബ്ബി കുട്ടികളെ പഠിപ്പിക്കാൻ കേരളത്തിൻ്റെ ഗ്രാമങ്ങളും പട്ടണങ്ങളും കുഗ്രാമങ്ങളും നഗരങ്ങളും വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലത്തും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നാൽ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കുട്ടികളിങ്ങനെ മദ്രസയിലേക്ക് പോകുന്നത് കാണും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് AP ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ മാത്രം ഇവിടെ എത്രയുണ്ട്? അല്ലാഹു റബ്ബി 10,351 മദ്രസകളുണ്ട്. ആ മദ്രസകൾ ലക്ഷക്കണക്കായ കുട്ടികൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 35,000 ഉസ്താദുമാർ ആ ഫാത്തിഹ ഇങ്ങനെയാണ് ഓതുകയാണ്. കേരളത്തിൽ മറപെട്ട് കിടക്കുന്ന കബറാളികളൊക്കെ ഉണ്ടല്ലോ, അവർ നാട്ടിൽ നേരം വെളുത്തു എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ഫാത്തിഹ കേൾക്കുമ്പോഴാണ്. നമ്മളൊക്കെ കബറിൽ കിടക്കുന്ന സമയത്ത് കേരളത്തിലെ കബറിൽ ഇങ്ങനെ കിടക്കുമ്പോഴേ നാട്ടിൽ നേരം വെളുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കുട്ടികളെ ഫാത്തിഹ ഇങ്ങനെ വരുമ്പോഴാണ്. ആ റബ്ബ് യാ റബ്ബ്. കേരളം കണ്ട ആലിമിങ്ങൾ നൂറുൽ ഉലമ എന്ന പേരിന് അർഹനായ ബഹുമാനപ്പെട്ട MA ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. യാ റബ്ബ് യാ റബ്ബ്. ഈ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ശില്പിയാണ്. അല്ലാഹു റബ്ബി. നമ്മുടെ സമസ്തയിൽ, അപ്പുറത്തെ മറ്റേ സമസ്തയിൽ, ഇവിടെ ആരൊക്കെ മദ്രസ നടത്തുന്നുണ്ടോ മദ്രസ എന്ന പ്രസ്ഥാനം തന്നെ ഉടലെടുത്തത് MA ഉസ്താദിൻ്റെ തലയിൽ നിന്നാണ്. നിങ്ങൾ ഓർക്കണം, സമസ്ത എന്ത് പ്രകാശിപ്പിച്ചു ഈ 100 വർഷം? എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും ഖുർആൻ്റെ വെളിച്ചം നിലനിർത്തി. അത് കുറച്ചുകൂടി ഉന്നത നിലവാരത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു റബ്ബി, അള്ളാഹുവിൻ്റെ റസൂൽ അഹ്ലു സുഫ ഉണ്ടാക്കി. മദീനത്തെ പള്ളിയിൽ മുത്തനബിൻ്റെ ദർസിൽ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ട്, അബൂ തൽഹത്ത് അൽ അൻസാരി, ആരൊക്കെ ഉണ്ട്? ആ ദർസിൽ വ്യവസായ പ്രമുഖരുണ്ട്, കർഷകരുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെപ്പോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഉള്ള ബിസിനസ്സുകാരുണ്ട്. എല്ലാവരും അതിലുണ്ട്. അതിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങളെപ്പോലത്തെ കുട്ടികളുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ, ഇബ്നു ഉമർ തങ്ങളുടെ കുട്ടികളുണ്ട്. ചെറുപ്പം വലിപ്പം വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ദർസിൽ. ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ആ പ്രകാശം അടുത്ത ഒരു നൂറ്റാണ്ട് ഇവിടെ പ്രകാശിച്ച് നിൽക്കാൻ ഉസ്താദ് ഇപ്പോൾ ഈ 100ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നാട്ട് ദർസ് എന്ന അഹ്ലു സുഫ. ഇവിടെയൊക്കെ തുടങ്ങിയില്ലേ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും യാ റബ്ബ്. നമ്മൾ ഉദ്ദേശിച്ചത്
സുബ്ഹാനല്ലാഹ്. 750 ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചത്, അത് 7500 വികസിച്ചു. അൽഹംദുലില്ലാഹ്. 5 ലക്ഷം പഠിതാക്കളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, അതിപ്പോൾ 7 ലക്ഷമായി. ഇൻഷാ അല്ലാഹ് ജനുവരി 31 ആകുമ്പോൾ അത് 10 ലക്ഷത്തിലെത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ നാട്ടിലും ദർസ്. അവരൊക്കെ ഉസ്താദ് അതിന് പ്രത്യേകമായിട്ട് കിതാബുണ്ടാക്കി. ആ കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് യാ റബ്ബ്, സാധാരണക്കാർ, തേങ്ങാ കച്ചവടക്കാർ, അടക്ക കച്ചവടക്കാർ, മറ്റുള്ള കച്ചവടക്കാർ, സാധാരണക്കാരൻ്റെ ഒക്കെ കയ്യിൽ ഈ കിതാബാണ്. എന്താ കാരണം? അറബിയാണല്ലോ, എനിക്ക് അറിയില്ലോ എന്നുള്ളതല്ല. അറബിയിൽ തന്നെയാണ് ഖുർആൻ, എന്നിട്ട് എല്ലാവരും കയ്യിലില്ലേ? അറബിയിൽ തന്നെയാണ് ഏത് മൗലിദ് കിതാബ്, എന്നിട്ട് കയ്യിലില്ലേ? എല്ലാവരുടെ കയ്യിലും ആ കിതാബ് വേണം. ഇൻഷാ അല്ലാഹ് ദർസ് ഇങ്ങനെ നടന്ന് അത് 30ാമത്തെ ദർസ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ 100ാം വാർഷിക ദിവസമാകും. ജനുവരി 28, 29, 30, 31, 31 വാദി ഹറമൈനിൽ 10 ലക്ഷം ആളുകൾക്കാണ് ഉസ്താദ് കിതാബ് ഓതി കൊടുക്കുന്നത്. ആ കിതാബ് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അവരെ ഉസ്താദ് അവരെ ഉസ്താദ് അള്ളാഹു റബ്ബി സദഖത്തുള്ള മുസ്ലിയാർ, അവരെ ഉസ്താദ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, അവരെ ഉസ്താദ് ചാലകത്ത് കുഞ്ഞാമത് മുസ്ലിയാർ, അവരെ ഉസ്താദ് അള്ളാഹു റബ്ബി വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവരുടെ ഉസ്താദ് മമ്മിക്കുട്ടി ഖാദി, അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ടവരിലേക്ക് എത്തും ഉമർ ഖാദി തങ്ങൾ, അവരുടെ ഉസ്താദുമാർ 19ാമത്തെ ഉസ്താദ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് പോയാൽ ആ കണ്ണിയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, 40ാമത്തെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ, 41 സയ്യിദുനാ മലക്ക് ജിബ്രീൽ, 42 അല്ലാഹു ജല്ല ജലാലു. ഇതൊരു ചെങ്ങലയാണ്. ആ ചെങ്ങലയിൽ നമ്മളും ഒരു കണ്ണിയായി ചേരുക. അതാണ് സനദ് എന്ന് പറഞ്ഞത്. ആ സനദിൽ ചേർന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈമാൻ തെറ്റാതെ ഹൗദുൽ കൗസറിൽ ഒരുമിച്ച് കൂടാൻ, സിറാത്ത് പാലം അതിവേഗം കടക്കാൻ, അള്ളാഹുവേ ആ കണ്ണിയിൽ ഞങ്ങൾ നീ ചേരാൻ ഭാഗ്യമുള്ളവരാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഈ ലത്തീഫ് സായിദ് പഴശ്ശി എങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ 100ാം വാർഷികത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവും പ്രവർത്തകനും ഒക്കെ ആകുമായിരുന്നു. അള്ളാഹുവേ ഉസ്താദിൻ്റെ ദർസ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അക്കാര്യം ഏറ്റെടുക്കണം. ഓരോ യൂണിറ്റിലും ആ ദർസ് നടക്കണം. സ്ത്രീകൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായാലും അതിന് സൗകര്യമുണ്ട്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ സോൺ കമ്മിറ്റി അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഉലമാ കമ്മിറ്റികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒരു ചെറിയ സംഗതിയും കൂടി ഉണ്ട്. അതെന്താ? ഇതിന് വലിയ 25,000 ആലിമീങ്ങളാണ് നമ്മളെ സമ്മേളന നഗരിയിൽ 24 മണിക്കൂർ ഓഡിയൻസായിട്ട് ഇരിക്കേണ്ടത്. 25,000 പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരുടെ രജിസ്ട്രേഷൻ ഇൻഷാ അല്ലാഹ് ഇനി 1 മണിക്കൂറും കൂടിയുള്ളൂ, തീരാൻ പോവുക. എല്ലാവരും രജിസ്റ്റർ ചെയ്ത് 25,000 പണ്ഡിതന്മാരിരിക്കുന്ന സഭ 4 ദിവസം, 15,000 SSFകാരിരിക്കുന്ന സഭ, 20,000 SYSകാരിരിക്കുന്ന സഭ, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും മുസ്ലിം ജമാഅത്ത് ഓരോന്നിനും അവർക്കൊക്കെ ഉള്ള സൗകര്യം വരുമ്പോൾ താമസം, ഭക്ഷണം, സൗകര്യങ്ങളൊക്കെ പൈസ വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് എല്ലാവർക്കും പൈസ കൊടുക്കണം. ഇവിടെ പെട്ടി കൊടുത്തോ ഒക്കെ ഒരു മലക്കുകൾ എഴുതാത്ത മറുപടി ഇങ്ങനെ റെഡി തന്നെയല്ലേ? ആ പെട്ടി അതൊരു ബോക്സാണ്. എന്ത് രസമുള്ള ബോക്സാണെന്നറിയാം. വല്ലാത്ത ബോക്സ്. ആ ബോക്സും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾ പിടിയും വലിയും കൂടിയാണ്. അവർക്ക് കിട്ടണം. അപ്പം അങ്ങനെ ആ ബോക്സ് നമ്മളെ വീട്ടിൽ അത് വെക്കുമ്പോൾ നമ്മുടെ പേര്, അഡ്രസ്സ് അത് കൊടുത്താൽ അത് ആ ഫോൺ നമ്പർ പ്രകാരം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ റെക്കോർഡിൽ അതുണ്ടാവും. 40 ദിവസം ആ ബോക്സ് 40 ദിവസം നമ്മളെ വീട്ടിലുണ്ടാവും. 40 ദിവസം ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും വീട്ടിൽ എത്ര ആളുണ്ട്? വീട്ടിൽ 10 ആൾ. 10 ആളും 30 ഉറുപ്പിക ഇട്ടാൽ ഒരു ദിവസം എത്ര ഉണ്ടാവും? 100. അപ്പോൾ 40 ദിവസം കൊണ്ട് എത്രയാവും? 4,000 ആവും. അതിന് പറ്റുന്നവരുണ്ടാവും. അത്ര സാധിക്കാത്തവർ ഒരു ദിവസം 5 ഉറുപ്പിക ഇടും. അപ്പോൾ 40 ദിവസം ഇട്ടാൽ എത്ര ഉണ്ടാവും? 2,000 ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് അവസാനം ഒരാൾ പറഞ്ഞാൽ അതിൽ എത്ര ഉണ്ടാകണം? 313 ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും ആ പെട്ടി എടുത്തിട്ട് ആ 40ാമത്തെ ദിവസം പൂർത്തിയായാൽ പ്രവർത്തകർ വരും. അതപ്പം തന്നെ പൊളിച്ച് അത് എണ്ണി നോക്കി ആ കാശ് ബോധ്യപ്പെട്ട് അത് ഇൻഷാ അല്ലാഹ് നമ്മളെ വാട്സപ്പിൽ അപ്ലോഡ് ചെയ്താൽ അപ്പം തന്നെ നിങ്ങളെ പേര് വരും. ആ പേരിൽ അപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ റെസീറ്റ് വരും. ആ റെസീറ്റ് നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. ആഗസ്റ്റ് 14 അത് മുഴുവനും നമ്മൾ സ്വരൂപിക്കും. അപ്പം അത് നിങ്ങളൊക്കെ വീട്ടിൽ തന്നിട്ടുണ്ട്. എല്ലാവരും അതിൽ നമ്മുടെ വിലപ്പെട്ട സഹായം നൽകിക്കൊണ്ട് ആ നിധി നമുക്ക് പൂർത്തീകരിക്കണം. അങ്ങനെ ഇൻഷാ അല്ലാഹ്
ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദ് എങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ആളാണ്. അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് അല്ലാഹു റബ്ബി പ്രായം വകവെക്കാതെ നമ്മോടൊപ്പം എല്ലാ വിഷയത്തിലും ഇന്നും സമ്മേളനത്തിൻ്റെ യഥാർത്ഥ ചുക്കാൻ പിടിക്കുന്നത് ആര് തന്നെയാണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ തന്നെയാണ്. അള്ളാഹ് നീ ദീർഘായുസ് കൊടുക്കണേ അള്ളാഹ്. അതുകൊണ്ട് ഉലമാക്കളെ, മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കളെ, പ്രസ്ഥാന കുടുംബത്തിലെ SSFൻ്റെയും SYSൻ്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെയും എല്ലാ നേതാക്കൾ, പ്രവർത്തകരെ, മഹല്ല് ജമാഅത്ത് നേതാക്കളെ, മദ്രസ കമ്മിറ്റി സഹപ്രവർത്തകരെ എല്ലാവരും ചേർന്ന്, നമ്മുടെ സഹോദരിമാരെല്ലാം ചേർന്ന് നമ്മുടെ ഈ പദ്ധതികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് നിങ്ങളിൽ ഒരു കൂട്ടുകാരനായി ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അള്ളാഹുവേ, ഖൈറിൻ്റെ വാതിൽ തുറന്നു തരണേ അല്ലാ. ഷർറായതിൽ നിന്നൊക്കെ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളെ പ്രസ്ഥാനത്തെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിലോ കുടുംബങ്ങളിലോ ബന്ധുമിത്രാദികളിലോ ആരിൽ ക്യാൻസറിൻ്റെ രോഗാണുക്കളുണ്ടെങ്കിലും നീ കരിച്ചു കളയണേ അല്ലാ. അള്ളാഹുവേ, ആർക്ക് കിഡ്നി ആവശ്യമുണ്ടെങ്കിൽ ഷിഫയാക്കണമല്ല. പടച്ചവനെ, ഞങ്ങളെ കിഡ്നിക്ക് ആഫിയത്ത് നൽകണേ അല്ല, ഹാർട്ടിന് ആഫിയത്ത് നൽകണേ അല്ല, ലെൻസിന് ആഫിയത്ത് നൽകണേ അല്ല, ബ്രെയിനിന് ആഫിയത്ത് നൽകണേ അല്ല, കൈകാലുകൾക്ക് ആഫിയത്ത് നൽകണേ അല്ല. അല്ലാ, ഞങ്ങളെ കണ്ണുകൊണ്ട് ചെയ്ത ദോഷം പൊറുക്കണേ അല്ല, കാതുകൊണ്ട് ചെയ്ത ദോഷം പൊറുക്കണേ അല്ല, കാലുകളെ കൊണ്ട് ചെയ്തത്, കൈകളെ കൊണ്ട് ചെയ്തത്, ഞങ്ങളെ അവയവങ്ങൾ ഏത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പാക്കണേ അല്ല. പടച്ചവനെ, കാഴ്ച ശക്തിക്ക് ആഫിയത്ത് നൽകണേ അല്ല, കേൾവി ശക്തിക്ക് ആഫിയത്ത് നൽകണേ അല്ല. അല്ലാ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെക്കൊണ്ട് മക്കൾക്കും നീ ഇസ്സത്ത് നൽകണേ അല്ല. പഴശ്ശി ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ, അതേപോലെ പെൺമക്കൾ, അതേപോലെ അവിടെ പുതിയാപ്പിളർ, അവിടുത്തെ ചെറിയ മക്കൾ, അവരെയൊക്കെ കണ്ടപ്പോൾ അവരെ മുമ്പിൽ കൽബ് കൊണ്ട് വിതുമ്പേണ്ടി വന്നു. അള്ളാഹുവേ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ഞങ്ങളെയൊക്കെ മരണപ്പെട്ട മാതാപിതാക്കൾ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഇനി മരണപ്പെട്ടവരെ ഞങ്ങൾ ഭൂമിയിൽ കാണൂലല്ലോ, നീ അവർക്ക് റഹ്മത്തിൻ്റെ നോട്ടം നൽകണേ അല്ലാ. മരണപ്പെട്ടവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സഅദി ഉസ്താദിൻ്റെ ഭാര്യ, പെൺമക്കൾ, അവർക്കൊക്കെ നീ പ്രത്യേക ക്ഷമ, സമാധാനം നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാ.